ഇനി നമുക്കൊരു പൊടി ദോശയുടെ റെസിപ്പി നോക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അടിപൊളി ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് വറ്റൽമുളക് ഓരോന്നോരോന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, കുരുമുളക്, ജീരകം, ഉഴുന്നപ്പരിപ്പ്, കടലപ്പരിപ്പ് എല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അതിന് ശേഷം കുറച്ച് മട്ടേരിയാണ്, അതുകൂടെ നമുക്കൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. കഴുകി വാർത്ത ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കണം. നമ്മുടെ സാധാ ദോശമാവ് വെച്ച് നമുക്കൊരു ദോശ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടി നല്ലപോലെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നല്ലപോലെ തന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് മുകളിലേക്ക് കുറച്ച് നല്ലപോലെ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും നല്ലപോലെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇപ്പം നമ്മുടെ പൊടി ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ കറിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ പൊടി റെഡിയാക്കി നമുക്ക് മാസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാവുന്നതുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.